ചത്തുപോയി എന്ന് നമ്മൾ ആ ആ പറയാറുണ്ടല്ലോ. ഈ ചത്തുപോയി എന്ന് പറയുന്നത് സത്തുപോയി എന്നുള്ളതാണ്. ഓ സത്തായിട്ടിരുന്ന സാധനം പോയി. ആ സത്ത് എന്ന് പറയുന്ന ആ ആ, ചൈതന്യം അതിനോട് കൂടിയാണ് നമ്മുടെ മനസ്സ് യാത്ര ചെയ്യുന്നത്. 84,00,000 ജന്മം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുക എന്നാ പറയുന്നത്. അപ്പൊ എല്ലാ ജന്മങ്ങളിലും പോയതിന് ശേഷം അത് നമ്മള് മനുഷ്യ ജന്മത്തിലേക്ക് എത്തുന്നു. ഏതോ പക്ഷിയിലോ പറവയിലോ നമ്മളോട് ഏറ്റവും താതാത്മ്യമുള്ള ഒരു ജീവിൽ നിന്നോ നമ്മളുടെ ബോധതലത്തിന് വികാസം സംഭവിക്കുന്നതനുസരിച്ച് ഉം, മനുഷ്യജന്മത്തിലേക്ക് പോകുന്നു. ഉം, മനുഷ്യജന്മത്തിലേക്ക് പോയി കഴിഞ്ഞാലും ആയിരക്കണക്കിന് ജന്മങ്ങൾ കൊണ്ട് ഉം, ഓരോരോ അനുഭവങ്ങളിൽ കൂടി നമ്മൾ പോകുന്ന ഈ മനസ്സാണ് ആ അടുത്ത ഒരു ജന്മം സ്വീകരിക്കുന്നത്. ഇവിടെ പോയി ജനിക്കണം, എന്തൊക്കെ ഉം, കർമ്മങ്ങൾ ചെയ്യണം. 3 തരം കർമ്മങ്ങളാണ് നമുക്കുള്ളത്: സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി. ഉം, അതായത് കുറേ കളക്റ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാകും. അത് നമ്മൾക്ക് സഞ്ചിതമായിട്ടുള്ളതാണ്. ഉം. ആ കർമ്മങ്ങളിൽ നിന്ന് കുറച്ച് കർമാനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ശരീരം എടുത്തിരിക്കുന്നത്. നമസ്കാരം. ദേവപ്രായ ഗസ്ട്രോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചേച്ചി നമസ്കാരം. നമസ്തേ. ചേച്ചി, നമ്മൾ പലപ്പോഴും പറയുന്നതാണ് അതെൻ്റെ തലവിധിയാണ്, മുന്നേ തലയിൽ വരച്ചതാണ്, അതിനി മാറ്റാനൊക്കില്ല എന്നൊക്കെ. നമ്മൾ നേരത്തെ മുന്നത്തെ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ ചില ഉപാധികൾ അവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ തലവര മാറ്റാൻ അയാൾ ബോധപൂർവം അയാളും കൂടി ശ്രമിക്കുകയാണെങ്കിൽ അത് മാറ്റി നല്ലൊരു പാതയിലേക്ക് ജീവിതം നയിക്കാൻ കഴിയുമോ? തീർച്ചയായും നമ്മളുടെ ഈ ശരീരവും ഈ മനസ്സും നമ്മൾ തന്നെ സൃഷ്ടിച്ചത്. നമ്മളുടെ ഇച്ഛ കൊണ്ടാണ് നമ്മൾ ഈ ശരീരം എടുത്തിരിക്കുന്നത്. നമ്മളുടെ മനസ്സിൻ്റെ സങ്കല്പം അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വ്യത്യാസം വരുത്താനും, ഈ ശരീരത്തിൽ വ്യത്യാസം വരുത്താനും, ഈ മനസ്സിൽ വ്യത്യാസം വരുത്താനും നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷെ അവിടെ ഒരു ചോദ്യം ഒന്ന് ചോദിച്ചോളൂ ചേച്ചി. അതിപ്പോൾ നമ്മളെന്നൊരു വ്യക്തി ജനിച്ചതിന് ശേഷമല്ലേ നമുക്ക് മനസ്സുണ്ടാകുന്നുള്ളൂ. അപ്പോൾ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ ഇന്ന യോനിയിൽ പോയി ജനിക്കുന്നു, അവിടെ നമ്മൾ രൂപപ്പെട്ട് അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ പുറത്ത് വരുന്നു, എന്നിട്ടല്ലേ ആ വ്യക്തിക്ക് മനസ്സുണ്ടാവുന്നുണ്ട്. ഈ സോൾ എന്ന് പറയുന്നതിനാണോ ആത്മാവും മനസ്സും രണ്ട് ആയിട്ട്? നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് എല്ലാ ജന്മങ്ങളിലും നമ്മളുടെ കൂടെയുള്ളത് തന്നെയാണ്. മനസ്സിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. മാറ്റം സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ അവയർനെസ് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ അതിനോട് കൂടെ ചേർന്ന് നമ്മൾ ആ ശരീരത്തിൽ ഇരിക്കുന്ന ചേതന നമ്മൾ പറയുന്നത്. നാട്ടിൻപുറത്ത് പറയാറില്ലേ, ഇന്ന ആള് ചത്തുപോയി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ശരീരം അങ്ങനെയല്ല, അതൊക്കെ കുറച്ച് ആലങ്കാരികമാകും. അല്ല, ചത്തുപോയി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണ മൃഗങ്ങളെയൊക്കെയാണ് പറയാറ്. എങ്കിലും പക്ഷെ വളരെ ഗ്രാമങ്ങളിൽ നാട്ടിൻപുറത്തൊക്കെ പറയും, ഇന്ന ആള് ചത്തുപോയി, മരിച്ചുപോയി എന്നാണ് പറയുക. കുറെ കൂടെ ഇതായിട്ടുള്ള ആൾക്കാരാണ് മരിച്ചുപോയി. വളരെ ഉൾഗ്രാമങ്ങളിലൊക്കെ ചത്തുപോയി എന്ന് വാക്ക് പറയാറുണ്ട്. അല്ലെങ്കിൽ മൃഗങ്ങളാണെങ്കിലും ചത്തുപോയി എന്ന് പറയും. ആനയെ ചെരിഞ്ഞു എന്നേ പറയുള്ളൂ, മനുഷ്യൻ മരിച്ചെന്ന് പറയുള്ളൂ. എങ്കിലും ചത്തുപോയി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഈ ചത്തുപോയി എന്ന് പറയുന്നത് സത്തുപോയി എന്നുള്ളതാണ്. സത്തായിട്ടിരുന്ന സാധനം പോയി. ആ സത്ത് എന്ന് പറയുന്ന ആ ചൈതന്യം അതിനോട് കൂടിയാണ് നമ്മുടെ മനസ്സ് യാത്ര ചെയ്യുന്നത്. ആ മനസ്സെന്ന് പറയുന്നത് ഒരിക്കൽ ഉടലെടുത്തു കഴിഞ്ഞാൽ അത് ഏത് സ്രോതസ്സിൽ നിന്ന് വന്നോ ആ സ്രോതസ്സിലേക്ക് ലയിക്കുന്നത് വരെ അതിനുള്ള വാസനകളോടുകൂടി അത് ശരീരം സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. അത് മനുഷ്യ ശരീരം മാത്രമല്ല, 84,00,000 ജന്മം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടുക എന്നാ പറയുന്നത്. പുല്ലായിട്ടും പുഴുവായിട്ടും കേട്ടിട്ടില്ലേ? പിന്നെ നമ്മുടെ പാട്ട് കേട്ടിട്ടില്ലേ? ജ്ഞാനപ്പനയിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? നരനായി മറ്റേ രാജാവായി ജനിച്ചു, അല്ലെങ്കിൽ നാരിയായി ജനിക്കുന്നു, പൂച്ച ചത്ത് ഈ ചത്ത് പൂച്ചയാവുന്നു, അങ്ങനെ നിറയെ ഇംപ്രഷനുള്ള ഇതിലേക്ക് വരികയാണ്. എലിക്ക് പൂച്ചപ്പേടിയായതുകൊണ്ട് എലിയുടെ ലാസ്റ്റ് ഇംപ്രഷൻ പൂച്ചയായിട്ട് ജനിക്കുന്നു. അങ്ങനെ നമ്മൾ പുല്ലായിട്ട്, അത് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം, പല പല ജീവജാലങ്ങളായിട്ടും മരങ്ങളായിട്ടും ഒക്കെ ജനിച്ച് നമ്മൾ ഏറ്റവും അവസാനം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തലത്തിലെത്തി മനുഷ്യജന്മമാകുന്നു. മനുഷ്യജന്മത്തിൽ തന്നെ അനവധി ആയിരക്കണക്കിന് ജന്മങ്ങൾ ജനിക്കുന്നു. ഇതെല്ലാം ജനിക്കുന്ന ഒരേ മനസ്സുമായിട്ടാണ്. ആ മനസ്സ് ഇതിൽ നിന്ന് തുടങ്ങിയ ഈച്ചയിൽ നിന്ന് പൂച്ച അല്ലെങ്കിൽ എലി എന്നൊക്കെ പറഞ്ഞത് അത് വീണ്ടും മനുഷ്യനിലേക്ക് എത്തുമ്പോൾ അതെല്ലാം ഒരു മനസ്സാണോ? എല്ലാം ഒരു മനസ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ മോഡേൺ സയൻസ് ഏതൊരു ജീവജാലങ്ങളെ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള കുറേ
ഘടകങ്ങളെ കാണുന്നല്ലോ. മനുഷ്യനെ എൻ്റെ DNA എന്തോ മറ്റോ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് വ്യക്തമായിട്ട് പറയാൻ അറിയില്ല. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും കൂടെ കടന്നുപോയതിൻ്റെ നമ്മൾക്ക് സയൻറ്റിഫിക്കലി കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ജന്മങ്ങളിലും പോയതിന് ശേഷം അത് നമ്മൾ മനുഷ്യജന്മത്തിലേക്ക് എത്തുന്നു. ഏതോ പക്ഷിയിലോ പറവയിലോ നമ്മളോട് ഏറ്റവും താതാത്മ്യമുള്ള ഒരു ജീവിയിൽ നിന്നോ നമ്മളുടെ ബോധതലത്തിന് വികാസം സംഭവിക്കുന്നതനുസരിച്ച് മനുഷ്യജന്മത്തിലേക്ക് പോകുന്നു. മനുഷ്യജന്മത്തിലേക്ക് പോയി കഴിഞ്ഞാലും ആയിരക്കണക്കിന് ജന്മങ്ങൾ കൊണ്ട് ഓരോരോ അനുഭവങ്ങളിൽ കൂടി നമ്മൾ പോകുന്ന ഈ മനസ്സാണ് അടുത്ത ഒരു ജന്മം സ്വീകരിക്കുന്നത്. ഇവിടെ പോയി ജനിക്കണം, എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം. ഗുരുക്കന്മാർ പറയുന്നത് നമ്മളൊരു ഒരു സ്ഥലത്ത് പോയി ജനിക്കുമ്പോൾ അവിടെ വേണ്ടപ്പെട്ട നമ്മളുടെ പ്രധാന വ്യക്തികളോടൊക്കെ ഒരു അനുവാദം ചോദിച്ചിട്ടാണ് നമ്മൾ പോയി ജനിക്കുന്നതെന്നാണ്. അപ്പോൾ ആ അനുഭവങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പറയും എനിക്ക് ഇവിടെ അല്ല വേണ്ട, എനിക്ക് അപ്പുറത്തെ വീട്ടിലൊക്കെ ജനിക്കേണ്ടത്, എനിക്ക് അങ്ങനെയൊക്കെ മതിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇപ്പൊ ഗർഭത്തിലിരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ എല്ലാത്തിൻ്റെയും ഓർമ്മകൾ ഉണ്ടാകുന്നു. അതിനുശേഷം നമ്മൾ മെല്ലെ ആ വാസനകൾ നമ്മളിൽ നിന്ന് പോകും. ചില കുഞ്ഞുങ്ങൾക്ക് കാണരുത് കലകൾ, നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നില്ല, കുട്ടികൾക്ക് ചില അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നു. അത് അവരുടെ നേരത്തെയുള്ള ആ അറിവനുസരിച്ചാണ്. അങ്ങനെയുള്ളതിൽ ചിലപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ അതിൽ നിന്ന് വിട്ടുപോകുന്നതും കാണാറുണ്ട്. അപ്പോൾ ആ വാസനയനുസരിച്ച് കുട്ടിക്കാലത്ത് ഈ ഓർമ്മകളൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സൊരു ഫ്ലൂയിഡൽ മനസ്സായിട്ടിരിക്കുമ്പോൾ ഈ ഓർമ്മകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ജീവിതമായിട്ട് താതാത്മ്യപ്പെട്ട ഒരു ക്രിസ്റ്റലൈൻ മൈൻഡായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങൾ, പ്രായോഗിക ജീവിതത്തിനായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഓർമ്മകളിൽ മുഴുകി പല പല കർമ്മങ്ങൾ പിന്നെയും അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് പിന്നെയും നമ്മൾ ഇതിൽ ഈ ജന്മമരണ ചക്രത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. 3 തരം കർമ്മങ്ങളാണ് നമുക്കുള്ളത്: സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി. അതായത് കുറേ കളക്റ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാകും. അത് നമ്മൾക്ക് സഞ്ചിതമായിട്ടുള്ളതാണ്. ആ കർമ്മങ്ങളിൽ നിന്ന് കുറച്ച് കർമാനുഭവത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ശരീരം എടുത്തിരിക്കുന്നത്. അതൊന്ന് വിശദമാക്കി. സഞ്ചിത കർമ്മങ്ങൾ എപ്പോഴും പലതിലും വായിക്കാറുണ്ട്. എന്താണ് ഈ സഞ്ചിത? നമ്മളുടെ ഇതുവരെയുള്ള ജീവിതങ്ങൾ കൊണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറേ കർമ്മങ്ങൾ അനുഭവിച്ച് തീരാനുണ്ട്. ഈ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നുമില്ല. അത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ശക്തമായ ഇംപ്രഷൻസ് ആണ്. അങ്ങനെ ഈ അനവധി ജീവിതങ്ങൾ ജീവിക്കാൻ നമുക്ക് ആഗ്രഹങ്ങളായിട്ടോ വിരോധങ്ങളായിട്ടോ എന്തായിട്ടും ഭയമായിട്ടോ എന്തോ ശക്തമായ ഓരോ ഇംപ്രഷൻസ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. അതെല്ലാം സഞ്ചിയിൽ സൂക്ഷിച്ചതുപോലെ, ഒരു സഞ്ചിതം എന്ന് പറഞ്ഞ ഒരു സഞ്ചിയിൽ സൂക്ഷിച്ചതുപോലെ അവിടെ ഉണ്ട്. അതിൽ നിന്ന് ഒരു മനുഷ്യ ആയുസ്സിൽ നമുക്ക് തീർത്തെടുക്കാവുന്ന കുറച്ച് കർമ്മങ്ങളുണ്ട്. അപ്പോൾ അത് തീർക്കാനായിട്ട് വരുമ്പോൾ അനുയോജിച്ച വ്യക്തികളും കൂടെ വരണം. ഇപ്പം നമുക്ക് ഒരു അമ്മയിൽ നിന്ന് ദുഃഖം ഉണ്ടാകണം എന്നാണെങ്കിൽ അതിന് പറ്റിയ ഒരു അമ്മ വരണം. ഇനി ജീവിത പങ്കാളിയിൽ നിന്നാണെങ്കിൽ അതിന് പറ്റിയൊരു പങ്കാളി വരണം. ഇനി കർമ്മ മേഖലയിലാണെങ്കിൽ അതിന് പറ്റിയൊരു അവസ്ഥയിൽ നമ്മൾ പോയിട്ട് കർമ്മം ചെയ്യണം, ജോലി ചെയ്യണം. ഇനി സന്താനങ്ങളിൽ നിന്നാണ് അതിനെ പറ്റിയ ആത്മാവ് വന്നിട്ട് നമ്മളിൽ സന്താനങ്ങളായിട്ട് ജനിക്കും. അപ്പം നമ്മൾ ഈ സഞ്ചിതമായിരിക്കുന്ന അനവധി കർമ്മങ്ങളിൽ നിന്ന് കുറേ കർമ്മങ്ങൾ ഒരു ലൈഫ് സ്പാനിൽ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജനിക്കുന്നതിനെയാണ് പ്രാരബ്ധ കർമ്മ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മളൊരു 1000 കർമ്മങ്ങൾ 100 കർമ്മങ്ങൾ എന്ന് പറയാം. 100 കർമ്മങ്ങൾ നമുക്ക് സഞ്ചിതമായിട്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു 10 കർമ്മങ്ങൾ, ഇതൊരു വെറുതെ കണക്കാണ്, ഒന്നും വിചാരിക്കല്ലേ, പറയാൻ വേണ്ടിയിട്ട്. ആ 10 കർമ്മങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ ഈ ജന്മത്തിൽ ജനിച്ച് ഈ 10 കർമ്മങ്ങൾ നമ്മൾ ഗർഭത്തിലിരിക്കും പറയും ഇതൊക്കെ ഞാൻ തീർത്തിട്ട് പോകും, ഇനി ഞാൻ കർമ്മങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ ജനിച്ച് ഇവിടെ വന്ന് നമ്മൾ ഈ ലോകം കാണുമ്പോൾ നമ്മൾക്ക് പല കാര്യങ്ങളോടും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ദേഷ്യങ്ങളും ആസക്തികൾ, അതാണ് വാക്ക്, ആസക്തികൾ ഉണ്ടാകും. അപ്പോൾ വൈരാഗ്യ ബുദ്ധി ഉണ്ടാകും. ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 100 കർമ്മം കുറഞ്ഞ് ഇന്ന് 10 കർമ്മം തീർന്ന് നമ്മൾ 90 ആവേണ്ടതല്ലേ. നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് കുറച്ച് ഒരു 30 കൂടെ ഒന്ന് കൂട്ടിയെടുക്കും, ആഡ് ചെയ്തിട്ടുണ്ടാകും മനസ്സിൽ. അപ്പോൾ നമ്മുടെ ആഗാമി എന്ന് പറയും, വരാൻ പോകുന്ന ജന്മത്തിലേക്ക് നമ്മൾ ഈ ജന്മം കൊണ്ട് ആർജിക്കുന്നു. അപ്പോൾ ഈ സഞ്ചിതത്തിന്റെ കൂടെ എത്രയായി? 30 കൂടെ കൂടുമ്പോൾ 120 അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വരാനുള്ളത് നമ്മൾ ഇനിയും ആഗമിക്കാനുള്ള കർമ്മങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രാരബ്ധ കർമ്മമാണ്. അപ്പം ആ പ്രാരബ്ധ കർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ മാവിലേക്ക് ഒരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോയില്ലേ എന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചതാണ്. അപ്പം നമുക്ക് അതിനകത്ത് വലിയ റോളൊന്നും ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. എങ്കിൽ പോലും ഈ പ്രാരബ്ധ കർമ്മത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് അറിവ് നേടാനുള്ള കാര്യത്തിന് ലിമിറ്റേഷൻ ഒന്നുമില്ല. ജ്ഞാനം നേടാം മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ അറിവ് നേടി, എത്രമാത്രം അറിവ് നേടി നമ്മളുടെ മനസ്സ് റിഫൈൻഡ് ആകുന്നു അതനുസരിച്ച് നമ്മൾക്ക്
ഈ കർമ്മങ്ങളിൽ നിന്നൊക്കെയുള്ള മുക്തി ഉണ്ടാകും. അപ്പൊ ഈ കർമ്മങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒന്നുമല്ല, ചിന്തകളുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ശക്തമായ ഇംപ്രഷൻസ് ആണ്. ഇത് നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നതുകൊണ്ട് കർമ്മഫലം ഇച്ഛിക്കാതല്ല, കർമ്മത്തിന്റെ കർമ്മം ചെയ്യുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്ന് ചെയ്ത എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ധനം വേണ്ടെന്നാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടെന്നാണോ എന്നല്ല, അതിനകത്ത് നമ്മുടെ മനസ്സ് അർപ്പിക്കുക, മനസ്സ് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക. അല്ല, നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സ് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അതൊരു 100% നമ്മളതിൽ ഇൻവോൾവ് ആകണം. പക്ഷെ ആ ഇൻവോൾവ് ആകുന്നിടത്ത് നമ്മൾക്ക് അതിൽ നിന്ന് ഇനി എന്ത് കിട്ടും, എന്ത് ചെയ്യണം, അതൊന്നുമില്ല. നമ്മൾ ഡൂവർഷിപ്പില്ലാതെ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിൽ ഇംപ്രഷൻസ് ഉണ്ടാകുന്നില്ല. ഇപ്പം നമ്മൾക്ക് ഒരാളോട് ഇപ്പം നമ്മൾക്ക് ഇപ്പം ചെറുപ്പകാലത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെ ഒരു കുട്ടി ഒരു പെന്നുണ്ട് ഇവിടെങ്ങാനും കുത്തിയെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൽ ജസ്റ്റ് കണ്ണിൽ കൊള്ളേണ്ടതായിരുന്നു. പക്ഷെ മുറിവുണ്ടായി, പക്ഷെ കണ്ണിനൊന്നും സംഭവിച്ചില്ല. നമ്മൾ വല്ലാതെ പേടിച്ചു, ഭയന്നു, കരഞ്ഞു, ഒക്കെ സംഭവിച്ചു. നമ്മളതെല്ലാം മറന്നുപോയല്ലോ. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ നഴ്സറി പഠിക്കുന്ന ഒരു കുട്ടി അത് സംഭവിച്ചു, മറന്നുപോയി. പക്ഷെ ഞാൻ ഇപ്പോഴും സുരേഷിനാണ് അങ്ങനെയുള്ളെങ്കിൽ പെണ്ണ് കൊണ്ടുവന്ന് സുരേഷിന്റെ നേരെ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ സുരേഷ് എന്ത് ചെയ്യും? പെട്ടെന്ന് കണ്ണ് മുഖന്നിരിക്കും. എന്തുകൊണ്ടാ? പണ്ട് ഉള്ള ആ ഇംപ്രഷനോടെ കിടക്കുന്നത് കൊണ്ടാണ്. അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പണ്ടുണ്ടായ എല്ലാ ശക്തമായ ഇംപ്രഷൻ. ഇപ്പൊ ഒരു കുട്ടി നമ്മളെ ഒന്ന് അടിച്ചിട്ട് പോയാൽ നമ്മളത് ഓർത്തിരിക്കില്ല. പക്ഷെ ഇതൊരു ഭയം, തീക്ഷ്ണമായ ഒരു ഭയം നമുക്കുണ്ടായി. ആ ഭയം നമ്മളുടെ ഇംപ്രഷൻ ഉണ്ട്. അതാണ് പിന്നീട് നമ്മൾ ഈ പെണ്ണെന്ന് പറയുന്ന സാധനം കാണുമ്പോൾ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ആ ഭയം വരികയും നമ്മൾ മുഖം മാറ്റുകയും ചെയ്യും. ഇപ്പൊ ഞാൻ വന്നിട്ട് പെണ്ണുകൊണ്ട് മുഖത്ത് കുത്താനൊന്നും വരുന്നില്ല, ചെറിയ കുട്ടിയല്ലല്ലോ. പക്ഷെ നമ്മൾക്ക് പെണ്ണെന്ന് പറയുന്ന വസ്തു കാണുമ്പോൾ തന്നെ എന്ത് വരും? ആരെങ്കിലും മുഖത്തിന് നേരെ ഇതുകൊണ്ട് നമ്മളെ ഒന്ന് സംസാരിക്കുമ്പോൾ വന്നാൽ നമുക്ക് പേടി വരികയും നമ്മൾ മുഖം ഒന്ന് മാറ്റുകയും ചെയ്യും. അതേപോലെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഈ ജന്മത്തിൽ ഉണ്ടാകുന്ന ശക്തമായ എല്ലാ ഇംപ്രഷൻസും, അത് ദേഷ്യമോ വൈരാഗ്യമോ സ്നേഹമോ പ്രേമമോ കാമമോ ഈ പദവികളോടുള്ള ആഗ്രഹം എന്തും ആകാം, അത് ശക്തമായിട്ട് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടില്ലേ? ഒരാളുകൾ ഒരു കാര്യം കിട്ടി അതിനെ വിടാതെ പിന്തുടരുന്നത്, അത് ഇംപ്രഷനായിട്ട് മാറുകയാണ്, വാസനയായിട്ട് മാറുകയാണ്. അതൊരു കളക്റ്റീവ് അടുത്ത ജന്മത്തേക്കുള്ള തുടർകർമ്മമാണ്. തുടർകർമ്മ എന്ന് അവിടെ പറയും. നമ്മൾ ഒരാളോട് പെരുമാറുമ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോഴും വീണ്ടും അതിനെ ഒരു തുടർകർമ്മം സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യേണ്ടത്. ആ കർമ്മം അവിടെ അവസാനിക്കട്ടെ. അതിനൊരു തുടർ സ്ഥിതി ഉണ്ടാക്കുന്നത് അതിനോടുള്ള രാഗദ്വേഷങ്ങളാണ്. രാഗമായാലും ദ്വേഷമായാലും ഒരേ ഫലം തന്നെ. അങ്ങനെ ഉണ്ടാകുന്ന ഇംപ്രഷൻസ് ആണ് കർമ്മ എന്ന് പറയുന്നത്. അല്ലാതെ കർമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ ആരും എഴുതി വെച്ചിട്ടൊന്നുമില്ല. എഴുതി വെച്ചിട്ടുണ്ട്, അതല്ലേ നമ്മൾ ചിത്രഗുപ്തൻ കണക്ക് നോക്കുന്നു പറയുക. അതായത് നമ്മൾ മരിക്കുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മരിക്കാൻ പോകുമ്പോൾ നമ്മളുടെ എല്ലാ ലൈഫിലുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മളുടെ മെമ്മറിയിലേക്ക് വരും എന്ന് പറയുന്നത്. ബ്ലാക്ക് ബോക്സിൽ പോലെ. അപ്പൊ അത് ഓപ്പണാ. അതാണ് ഗൂഢമായിട്ട് ഗുപ്തമായിട്ട് ചിത്രണം ചെയ്തത്. ഇത് നമ്മളിൽ തന്നെ വരും, നമ്മളിൽ തന്നെ അത് ഓപ്പണാകും. പീനിയൽ ഗ്ലാൻഡിന്റെയോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെയോ ഒക്കെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് ആർക്കും അറിയില്ലല്ലോ. ഇപ്പൊ ഒരു സെക്കൻഡ് ഇതെല്ലാം നമ്മളിലെ മെമ്മറി വരുമ്പോൾ നമ്മൾ അതിനോട് നിസ്സംഗമായി ഇരിക്കാൻ പറ്റണം. അതിനോട് മമതയുള്ളതും ദേഷ്യമുള്ളതും ഒക്കെ നമ്മളുടെ ഇംപ്രഷനായിട്ട് പിന്നെയും വരികയാണ്. മനസ്സിലായി? ചേച്ചി ഇപ്പം ഇങ്ങനെ പറയുമ്പോഴാണ് പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ പണ്ടൊരു മരണം കിടക്കയിൽ കിടക്കുന്നൊരു വ്യക്തി, അനങ്ങാത്ത ആൾ അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആൾ പലപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ മരിക്കുന്നതിന് തൊട്ട് മുൻപേ അദ്ദേഹം കണ്ണും വിഴിച്ചു, ചിരിച്ചു, വെള്ളം വാങ്ങിച്ചു കുടിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിനെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ, അതുമായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലർ അബോധാവസ്ഥയിൽ തന്നെ മരിക്കാറുമുണ്ട്, ബോധം വരാതെ മരിക്കാറുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞാൽ, ചിലർ പറയുന്നേക്കാം ഒന്നും അനങ്ങാതെ കിടന്നിരുന്ന ആളാണ് പെട്ടെന്ന് ഈ പറഞ്ഞ ബ്ലാക്ക് ബോക്സിലത്തെ മെമ്മറീസ് ഒക്കെ ഒരു അത് ഒരുപാട് സമയമൊന്നുമില്ല, സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. പ്രപഞ്ചമാകെ ഒരു നിമിഷം കൊണ്ട് ഈ ലൈഫിലെ മുഴുവൻ കാര്യങ്ങളും ഒരു നിമിഷം കൊണ്ട് പോകും. അത് മിക്കവാറും എല്ലായിടത്തും പറയുന്നുണ്ടല്ലോ, കണക്ക് നോക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ, പുസ്തകം വായിക്കും കണക്ക് നോക്കും എന്നൊക്കെ പറയില്ലേ. അത് നമ്മൾ എത്രമാത്രം നമ്മൾ ഈ ജന്മത്തിൽ നിന്ന് ആർജിച്ചു പോകുന്നു, ഇതിനോടുള്ള ആസക്തി ആ നിമിഷമുണ്ട് എങ്കിൽ അതിലേക്ക് നമ്മൾ പോകും. ഇപ്പൊ ഏതോ നമ്മൾ കേട്ടിട്ടില്ല ഒരു ഋഷിയുടെ കഥ, മാനിനെ വളർത്തിയിട്ട് അവസാനം മാനിനോടുള്ള സഹത എല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ പോയി തപസ് ചെയ്തു. അപ്പൊ അവസാനം ഒരു മാൻകുട്ടി
വിഷമിച്ച് എന്തോ ഇത് അതിനെന്തോ തകരാറ് സംഭവിച്ചൊരു മാൻകുട്ടിയെ കണ്ട് അനുകമ്പ തോന്നി അതിനെ എടുത്ത് വളർത്തി അവസാനം മരിക്കുമ്പോഴും അതിന്റെ ചിന്തയായിട്ട് അദ്ദേഹം മാനായിട്ട് കുറച്ചു കാലം ജനിച്ചു എന്നാണ് പറയുന്നത്. അതേപോലെ അതായത് നമ്മളുടെ മനസ്സിലുണ്ടാക്കുന്ന ശക്തമായ ഇംപ്രഷൻ എന്നുള്ളൊരു വലിയൊരു സംഭവമാണ്. അതാണ് വാസന, അതാണ് വാസന, അത് മാത്രമാണ് വാസന. അത് അനുസരിച്ചാണ് നമ്മൾ വീണ്ടും ശരീരങ്ങൾ സ്വീകരിക്കുന്നതും സ്വീകരിക്കുന്ന ശരീരത്തിൽ ഇരുന്നിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മളുടെ മുന്നിലേക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഈ ലോകത്തെ കാണുന്നു, മനസ്സനുഭവിക്കുന്നു സുഖദുഃഖങ്ങൾ. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ദർശന മാത്രയിലെ നമ്മുടെ ബ്രെയിനിൽ ബ്രെയിൻ ഫ്രാക്ഷൻ സെക്കൻഡ് പറയും ഇത് നമുക്ക് നല്ലതല്ല, ഇത് കൊള്ളാവുന്നതാണെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ രാസമാറ്റങ്ങൾ ഉണ്ടാകുന്നു. ബോഡിയിൽ മാറ്റം ഉണ്ടാകുന്നുള്ളത് നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കണ്ടു നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നാവിൽ വെള്ളം വരുന്നത് കണ്ടത് കൊണ്ടോ ചിന്ത കൊണ്ടല്ലേ. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ. അതൊരു അറിയാത്ത ഭക്ഷണമാണെങ്കിൽ അത് അറിയൂല, അറിയില്ല. അവിയൽ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് അവിയലെന്നറിയാൻ നമുക്ക് അതിന്റെ സാധനയെ പറ്റി അറിയാം. നമ്മൾ കാണാത്തൊരു കാര്യത്തെ പറ്റി നമുക്ക് ഒന്നും അറിയില്ല. ഇപ്പൊ നമ്മളൊരു ഓറഞ്ച് കണ്ടിട്ടില്ലാത്ത കുട്ടിയുടെ മുന്നിൽ ഒരു ഓറഞ്ച് കൊണ്ടുവച്ചാൽ അത് വിചാരിക്കാത്തൊരു ബോളാണ്. അതേസമയം നമുക്ക് അതിനെപ്പറ്റി മുന്നറിവുണ്ടെങ്കിൽ ഇത് പുളിയുള്ളതാണോ മധുരമുള്ളതാണോ നമുക്ക് ധാരണകൾ വരും. അതേപോലെയാണ് അവിടെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ തിരിച്ചറിവ്. ഓറഞ്ചിന് പുളിയും ഉണ്ടാവാം മധുരവും ഉണ്ടാവാം എന്നറിയുന്ന ഒരാളെ ചോദിക്കുള്ളൂ, പുളിയുള്ള ഓറഞ്ചാണോ അതോ മധുരം മുന്നറിവ് എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഈ മനസ്സ് ഈ കാഴ്ചകൾ കാണുമ്പോൾ ബോഡിയിൽ അതനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവുകയും രാസവ്യത്യാസം ഉണ്ടാവുകയും നമ്മൾ അതനുസരിച്ച് അതിനോട് സംഘമാണ്, സംഘമോ ദേശമോ ഒക്കെയാണ്. അതനുസരിച്ച് ആ ആള് നമ്മളോട് പെരുമാറുന്നു, നമ്മൾ അവരോട് പെരുമാറുന്നു, വീണ്ടും വീണ്ടും അതൊരു തുടർക്കഥയായിട്ട് മാറുന്നു. അങ്ങനെ എങ്ങനെ ആ വ്യക്തികൾ വന്നു, എന്ത് ചിന്തകൾ നമ്മളിൽ വരുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. മനസ്സിന്റെ തലത്തിലാണ് നമ്മളെ ഇത് ബാധിക്കുന്നത്. മനസ്സ് ആണ് നമ്മൾക്ക് അനുഭവങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പം നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ വേഗം ശ്വസിക്കും, സങ്കടം വരുമ്പോൾ ദീർഘശ്വാസം എടുക്കും. അപ്പൊ ദീർഘശ്വാസം എടുക്കുന്ന സങ്കടത്തിന്റെ നമ്മുടെ ശരീരത്തിലുള്ള സങ്കടത്തിന്റെ കാരണം എന്തുകൊണ്ടാണ് നമ്മൾ വേണ്ടത്ര ശ്വസിക്കുന്നില്ല, ഓക്സിജനകത്തേക്ക് എടുക്കുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു കാര്യത്തെ കാണുമ്പോൾ നമ്മളുടെ പ്രാണ അതനുസരിച്ച് ചലിച്ചു തുടങ്ങും. നമ്മുടെ ചിന്ത എന്താണോ അതനുസരിച്ച് നമ്മുടെ പ്രാണ ഫ്ലോ ചെയ്യും. ആ പ്രാണ ഫ്ലോ ചെയ്യുന്നത് മാനിഫെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് അനുഭവങ്ങൾ വരുന്നത്, നമ്മളിലേക്ക് അനുഭവങ്ങൾ വരുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നത് നമ്മളുടെ അനുഭവമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ലോകം നമ്മൾ ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അത് എങ്ങനെയുള്ള ചിന്തകളാണ് ഈ സമയത്ത് വരിക, എങ്ങനെയുള്ള വ്യക്തികൾക്ക് എങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാക്കാൻ പറ്റിയ വ്യക്തികൾ നമ്മുടെ മുന്നിൽ വരും എന്നൊക്കെ നമുക്ക് മുന്നറിയാനുള്ള ഒരു ടൂൾ അസ്ട്രോളജിയാണ്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.